ഇന്നിപ്പോൾ പഴയ പേരുകളൊക്കെ ഫാഷനായി വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഫാത്തിമ, ആയിഷ, ഖദീജ, മറിയം അതൊക്കെയാണ് ഇപ്പോൾ പുതിയ പേരായിട്ട് വരുന്നത്. അപ്പം എന്നാൽ പുതിയ ഒരു പേര് ഫാഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മറിയം എന്നിട്ടാൽ മറിയം ബീവിൻ്റെ ഗുണം ഉണ്ടാവില്ല, ഫാഷൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. മറിയം ബീവിൻ്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാലേ മറിയം ബീവിൻ്റെ ഗുണം ഉണ്ടായിരുന്നുള്ളൂ. മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു 10 പേരെടുത്താൽ ആ 10 പേരയിൽ ചുരുങ്ങിയതൊരു 2 ആൾക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടാവും, അല്ലെങ്കിൽ മുഹമ്മദ് എന്നുണ്ടാവും, കുഞ്ഞഹമ്മദ് എന്നുണ്ടാവും, മുഹമ്മദ് കുഞ്ഞി എന്നുണ്ടാവും. ഇതൊക്കെ സാധനം അസിലൊന്നാണ്. നമ്മൾ മലയാളികളാകുമ്പോൾ മലയാളത്തിലാക്കുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരും, ആയി പെട്ടതാണത്. സാധനമൊക്കെ ഒന്നാണ്. അല്ലെങ്കിൽ ഒരു 10 പേരെടുത്താൽ ഒരു 2 ആൾക്ക് മുഹിയുദ്ദീൻ എന്ന് പേരുണ്ടാവും. മുഹിയുദ്ദീൻ, മീദീൻ എന്നുണ്ടാവും, കുഞ്ഞീദീൻ, മൊയ്തു, ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. എന്തേ കാരണം? അത് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരായിക്കോട്ടെ എന്ന് ബറക്കത്ത് ആഗ്രഹിച്ചിട്ടതാണ്. നാട്ടിൽ എന്തെങ്കിലും ഒരു കച്ചറുണ്ടെങ്കിൽ ഓ മുന്നിലുണ്ടാവും, ഉണ്ടാവും അതിൻ്റെ മുന്നിൽ. ഓ ഉഷാറായിക്കാരൻ, ഓൻ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ഓൻ്റെ പേരെന്നെയാണ് അതിൻ്റെ കാരണം. അപ്പം പേരിന് വലിയ പ്രാധാന്യമുണ്ട്. ബറക്കത്തുള്ള പേരുകൾ നൽകണം. ഈ പിന്നെ പഠിക്കൽ, നമ്മളെ പഠിക്കലിൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു, ഇക്ബാൽ അറിയും, മരണപ്പെട്ടു. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇക്ബാലിൻ്റെ കുട്ടികൾക്കൊക്കെ ബദരീങ്ങളെ പേരാണ്. അപ്പം പിന്നെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടായി പ്രസവിച്ചാൽ ഉടനെ സബീനാണ് മറിക്കുക ചെയ്യുക. എന്നിട്ട് അവസാനത്തെ പിന്നെ ബദർ മൗലിദിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ കാല ഷെയ്ഖ് ദാറാനി റഹിമഹുല്ല അന്നദ്വാ മുസ്തജാബിന് ഇന്ദിക്രി അസ്മാ അഹ്ലു ബദർ എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ പേര് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതിന്ന് ഇങ്ങോട്ട് തിരഞ്ഞെടുക്കലാണ്. അങ്ങനെ ചെയ്യണവരുണ്ട്. ഇതൊന്നിപ്പോൾ അന്ധകാലഘട്ടത്തിലുള്ളൊരു സംഭവമല്ല ഞാൻ പറഞ്ഞത്, അടുത്ത കാലഘട്ടത്തിലുള്ളതാണ്. ബറക്കത്തിൻ്റെ പേര് നോക്കണവരുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കണം എന്താ വെച്ചാൽ, ലോകത്ത് എവിടെ ഇല്ലാത്ത പേരായിരിക്കണം, എൻ്റെ കുട്ടിക്ക് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് അറബിയിൽ 4 അക്ഷരങ്ങൾ കൂട്ടിങ്ങാണ്ട് ഒരു സാധനം ഉണ്ടാക്കും. ഹം ഹിം ഹും എന്നതിൻ്റെ അർത്ഥം എന്താണ് മൊലിയരെ എന്ന് ചോദിക്കും. ഏത് ഡിക്ഷണറിയിൽ നിന്ന് കിട്ടാനാണ് അതിൻ്റെ അർത്ഥം? അർത്ഥം പറഞ്ഞില്ലെങ്കിൽ മൊലിയർക്ക് ഒന്നും തിരിയില്ലട്ടോ, ഒരു പേരിൻ്റെ അർത്ഥം കൂടിയും കിട്ടൂല. നമ്മൾ അറബിയിൽ 28 അക്ഷരങ്ങളുണ്ട്. സഹിയായ അഭിപ്രായത്തിൽ 29 അക്ഷരമുണ്ട്. ലാമലിഫാണ്. ലാമലിഫ് കൂട്ടാതെ എണ്ണിയാൽ 28 അക്ഷരം ഉണ്ടാവും. അത് കൂട്ടിങ്ങാണ്ട് നമ്മളൊരു വാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അറബിയിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അത് അറബിയിൽ മാത്രമല്ല മലയാളത്തിലും ഉണ്ടാകും പ്രശ്നം. നമ്മൾ കുറേ അക്ഷരം കൂട്ടിയാണ്ട് ഒരു വാക്ക്, ഇപ്പോൾ ചെന്തുക്കാരെന്നല്ല ഇതിനിപ്പോൾ എന്താ അർത്ഥം വെക്കുക? ച എന്നുള്ളത് മലയാളത്തിലുള്ള അക്ഷരമല്ലേ, ന്തൂന്ന് മലയാളത്തിലല്ലേ, എന്താ ഇപ്പോൾ കിട്ടുക? പോത്താമ്പി എന്നുള്ളതിനിപ്പോൾ എന്താ നമ്മൾ അർത്ഥം വെക്കുക? അങ്ങനെയും സാധനം അള്ളാൻ്റെ ദുനിയാവിലില്ലല്ലോ. എന്നാൽ പോ എന്നുള്ളത് മലയാളത്തിലുള്ള അക്ഷരമല്ലേ എന്ന് ചോദിച്ചാൽ പക്ഷേ ഈ സാധനം ഡിക്ഷണറി കാണൂല, അവിടെ തിരഞ്ഞാലും കാണൂല. ഈ പ്രശ്നം അറബിയിലുണ്ട്. നമ്മൾ 28 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും അക്ഷരം കൂട്ടിങ്ങാണ്ട് വാപ്പാൻ്റെ ഒരു അക്ഷരം, ഇമ്മാൻ്റെ ഒരു അക്ഷരം, വല്ലിപ്പാൻ്റെ അവസാനത്തെ ഒരു അക്ഷരം കൂട്ടിങ്ങാണ്ട് പള്ളിക്കത്തെ മദ്രസയിലെ സദറുസ്ഥാനോട് എന്നിട്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കാമൂസ് ഡിക്ഷണറിയാണ് വലിയ ഡിക്ഷണറി, അതിൽ നോക്കിയാൽ പോലും ഇതിൻ്റെ അർത്ഥം കിട്ടൂല. അപ്പം അതുകൊണ്ട് അർത്ഥം നോക്കണം, നോക്കണ്ടെന്നല്ല ഞാൻ പറയണത്. ബറക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബറക്കത്തുള്ള പേരിട്ടാൽ ബറക്കത്തുണ്ടായിരിക്കും. ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം മക്കളിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ. ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. മുഅല്ലിം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് കൊടുക്കും, അധ്യാപനത്തിനുള്ള പരിശീലനം. അതിൻ്റെ ഒരു നോട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, മുഅല്ലിം ട്രെയിനിങ് നോട്ട് എന്നാണ് അതിന് പറയുക. അതിൽ മതവിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. മതവിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് ഉത്തരം. പഠിപ്പിക്കുന്നതിന് എന്നല്ല, പരിശീലിപ്പിക്കുന്നതിന് എന്നാണ്. ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു. അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശീലിപ്പിക്കണം. അതായത് 5ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടി, റബീഉൽ അവ്വൽ 12-ന് സമ്മാനം കിട്ടി, പക്ഷെ അതുകൊണ്ട് മതവിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയില്ല. നിക്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൻ 5ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. മറ്റേ സർട്ടിഫിക്കറ്റ് കിട്ടും, സമ്മാനമൊക്കെ കിട്ടും, അതിന് വേറെ മാനദണ്ഡമൊന്നുമില്ല, അതുകൊണ്ടത് കിട്ടിയെന്നേ ഉള്ളൂ. 7ാം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി, റബീഉൽ അവ്വൽ 12-ന് സമ്മാനം കിട്ടി,
സ്വർണപ്പതക്കവും കിട്ടി, ജ്വല്ലറിയുടെ വക വേറൊരു സമ്മാനം ഉണ്ടായിരുന്നു, ക്ലബ്ബേരെ വക വേറൊന്നുണ്ട്, ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് 7ാം ക്ലാസ് ഓൻ പാസ്സായി എന്ന് പറയാൻ പറ്റൂല. 7ാം ക്ലാസ് പാസ്സായി എന്ന് പറയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കൽ നിർത്തിയിട്ടുണ്ട്. എന്നാൽ 7ാം ക്ലാസ് ജയിച്ചിട്ടുണ്ട്. ഇതാണ് പരിശീലനം എന്ന് പറഞ്ഞത്. ഇസ്ലാമിക അധ്യാപനം എന്ന് പറഞ്ഞാൽ പഠനമല്ല, പരിശീലനമാണ്. അതാണ് ഒരു കാര്യം. ഇനി അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് മുസ്ലിം ആവുക, 2 ജീവിക്കുക. മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക. ഇനി അതിൽ 2 എണ്ണമാണ് ബാക്കിയുള്ളത്. ഒന്ന് മുസ്ലിമായിരിക്കുക, 2 ജീവിക്കുക. ജീവിക്കാനും പറ്റണം, മുസ്ലിമായിരിക്കുകയും വേണം. ഇത് 2ഉം കൂടി സാധ്യമാകുന്നതിനാണ് ഭൗതിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നത്. ഇത് 2ഉം ഒരുപോലെ പോകണം, എന്നാലേ ഈമാനോടുകൂടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇന്ന് ലിബറലിസം, മതനിരാസം, യുക്തിവാദം, സർവമത സത്യവാദം, നിരീശ്വരവാദം, ഇങ്ങനെ പല വാദങ്ങളും കൂടി വരികയാണ്. കാൽമുട്ട് വേദനയായിട്ട് ഡോക്ടറെ ചെന്നാൽ മൂപ്പലും പറയും അത് വാദമാണ് എന്ന് പറയും. മൊത്തത്തിൽ വാദമാണ്, എല്ലാം വാദമാണ്. എന്താ ഈ വാദത്തിലൊന്നും പെടുന്നത് വിവരമില്ലാത്തവരല്ലല്ലോ, വിവരമുള്ളവരാണ്. 2ാം ക്ലാസ് മദ്രസയും 2ാം ക്ലാസ് സ്കൂളും മാത്രമുള്ള ഒരാൾ, അയാൾക്ക് കന്നൂട്ടാനും അറിയാം. 2ാം ക്ലാസ് മദ്രസയുണ്ട്, 2ാം ക്ലാസ് സ്കൂളുണ്ട്, കവുങ്ങുമ കയറാനും അറിയാം, കന്നൂട്ടാനും അറിയാം. അയാൾ കന്നൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ അയാളെടുത്ത് ചെന്നിട്ട് എടാ അള്ളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ മുടുങ്കോലും വടി ഇങ്ങോട്ട് തലമാറി പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് വനക്കി അപ്പം കാണിച്ചര തെളിവ് എന്ന് പറയും. ഓൻ്റെ ഈമ പോണില്ല. വിവരമുള്ളവരെ ഈമാനാ പോണത്, വിവരമില്ലാത്തവരെ ഈമാനല്ല പോണത്. എന്തേ കാരണം? ആരാ ആലോചിച്ചത് എന്താ കാരണം എന്നുള്ളത്? അതിനൊരു കാരണമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളർന്നു വന്നില്ലെങ്കിൽ ഈ ദീനിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതൊരു സത്യമാണ്. അല്ലമൽ ഇൻസാനം ആലം യാലം എന്നതിൻ്റെ തഫ്സീർ പരിശോധിച്ചാൽ ഞാൻ ഈ പറയുന്ന വസ്തുത കാണാൻ പറ്റും. മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കലാണ് ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ദൗത്യം. അറിയാത്തത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പരിധിയിൽ വരാത്തത് പഠിപ്പിക്കലാണ്. അറിവിൻ്റെ പരിധിയിൽ വരാത്തത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിവരം എവിടെയാണോ നിൽക്കുന്നത് അതിന് മുകളിൽ നിൽക്കുന്നതിനാണ് അറിയാത്തത് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിന് മനുഷ്യൻ്റെ വിവരം ഇങ്ങനെ പോണതിനനുസരിച്ച് ഇസ്ലാം ദീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മേലാറ്റൂർ ഭാഗത്ത് ഒരു റമദാൻ മാസത്തിലൊരു പരിപാടിക്ക് വേണ്ടി ചെന്നു. കൊറോണ കഴിഞ്ഞ ഉടനെയാണ്. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്ടർ, അവിടുത്തെ വളരെ പ്രസിദ്ധനായൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഉസ്താദേ, ഈ കരിഞ്ജീരകം കൂടുതലായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് കരിഞ്ജീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നതാണ്. മുത്തുനബി ആണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരിഞ്ജീരകം തിന്നാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് 2ഉം കൂടി എതിരായില്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ പഠനം അനുസരിച്ച് കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവുകയും ചെയ്യും. ഇത് 2ഉം കൂടി എങ്ങനെ ശരിയാകുക എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. എന്ത് വേണം? കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകും എന്ന് അറിയുന്ന ഒരാൾ ആ ഹദീസ് ഒന്നുകൂടി പഠിക്കണം. അതുവരെ പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് തിരിഞ്ഞുണ്ടോയെന്ന് അള്ളാഹു തആലക്ക് അറിയാം. ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. കരിഞ്ജീരകം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നു. ഇതറിയണ ഒരാൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഹദീസ് ഒന്നുകൂടിയും പഠിക്കേണ്ടി വരും. ഉറപ്പായിട്ടും പഠിക്കണം. അല്ലെങ്കിൽ ഈമാൻ നിൽക്കൂല. ഈമാൻ പോകും. ഈമാൻ നിലനിൽക്കണമെങ്കിൽ പഠിച്ചേ പറ്റൂ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംശയം വന്നാൽ അതും ശരി തന്നെയെന്നും പറഞ്ഞുകൊണ്ടാണ് പോവുകയാണ്. ഒന്നും വേണ്ട. നമ്മളെ 1ാം ക്ലാസ് പഠിപ്പിച്ച ഇബ്രാഹിമുല്ലാക്കാനെങ്കിലും ചെന്നിട്ടും ചോദിച്ചാൽ മതി, എന്താപ്പാ ഹദീസ്, എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഹദീസ്? ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ല സാം എന്നാണ് ഹദീസ്. ഹബ്ബത്തു സൗദാഇ കരിഞ്ജീരകം, ഷിഫാഉൻ ശമനമാണ്, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും. എന്താ മറുപടി? ഈ ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
അത്യാവശ്യം ഉംറ വിസക്ക് പോയവർക്കും തിന്നാനുള്ളതിൻ്റെ അറബിയൊക്കെ അറിയും. ഈ ഹദീസ് നിങ്ങൾ തിന്നുക എന്നുള്ള വാക്കുകൾ കാണിച്ചു തന്നാൽ ഈ മൊബൈൽ ഇപ്പം തരും. അതിൽ തിന്നല്ല. ഹബ്ബത്തു സൗദ, ഈ കരിഞ്ചീരകം, ഷിഫാഉൻ, ശമനമാണ് എന്ന് പറഞ്ഞാൽ മരുന്നാണ് എന്നാണ്. മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തെ തൊട്ടും മരുന്നാകുന്നു. മരുന്നാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് എവിടുന്ന കിട്ടിയത്? ഞങ്ങളുടെ നാട്ടിലൊന്നും ഓയിൽമെൻ്റ് ആരും തിന്നലില്ല. ഓസി കിട്ടിയ ഓയിൽമെൻറ്റ് തിന്നുന്നൊരു വർത്താനുണ്ട്. അത് തിന്നാൻ വേണ്ടി പറയല്ല, അത് തിന്നാനുള്ള വർത്താനല്ലല്ലോ. തൈലം ആരും കുടിക്കലൊന്നുമില്ല. മരുന്ന് ചിലത് മരുന്ന് മൂക്ക് കൂടി വലിക്കാനുള്ളതൊക്കെ ഉണ്ടാവും, ചിലത് തലയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും, ചിലത് കാലിൻ്റെ അടിയിൽ വരുന്നുണ്ടാവും. മരുന്ന് പല രൂപത്തിലുണ്ട്. ഈ ഹദീസിൽ സത്യത്തിൽ മരുന്നാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. തിന്നണമെങ്കിൽ അതിൽ ഗവേഷണം നടക്കണം. ആർക്ക് തിന്നാൻ പറ്റും, എങ്ങനെ തിന്നാൻ പറ്റും, എത്ര തിന്നാൻ പറ്റും, നേർക്ക് നേരെ തിന്നലാണോ, പൊടിച്ച് തിന്നലാണോ, വെള്ളത്തിലിട്ട് തിന്നലാണോ, ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളെ തിന്നലാണോ, വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കലാണോ, ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കാരണം ഈ ഹദീസിൽ കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കരിഞ്ജീരക ചികിത്സകളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ദീനീ വിജ്ഞാനം വളർന്നില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും എന്ന വസ്തുതയെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്.